നമസ്കാരം. കേരള ന്യൂസിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടുമുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വിവരങ്ങളിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും കൂട്ടുകാർക്കും എത്തുന്നതിനായി ഷെയറും ചെയ്യുക. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച പുറത്തിറങ്ങും. അടുത്ത ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. 2000 രൂപ തന്നെയാണ് നിലവിൽ പെൻഷൻ ലഭിക്കുക. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് നടന്നു വരികയാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ ഈ മാസത്തെ പെൻഷനുകൾ ലഭിക്കുകയുള്ളൂ എന്ന് ചിലർക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഒരുപാട് പേർ അന്വേഷിക്കുന്നുമുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സമയം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഈ സമയത്തിനുള്ളിൽ ചെയ്താൽ മതിയാകും. ഈ 3 മാസ കാലയളവിനുള്ളിൽ നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്തില്ല എന്ന് വിചാരിച്ച് തടസ്സപ്പെടുകയില്ല. സെപ്റ്റംബർ വരെയുള്ള ആനുകൂല്യം തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കും. സെപ്റ്റംബർ 30-നുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ പിന്നീട് വരുന്ന മാസങ്ങളിലെ തുക അക്കൗണ്ടിൽ വരില്ല. മസ്റ്ററിംഗ് നടത്താത്തതിനാൽ ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. കാരണം അനർഹരെ കണ്ടെത്തുന്നതിന് എന്ത് കാരണത്താലാണ് മസ്റ്ററിംഗ് നടത്താതിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കും. അതായത് കൃത്യമായ പരിശോധനയുടെ ഭാഗമായാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധനയിൽ അനധികൃതമായാണ് നേരത്തെ പെൻഷൻ വാങ്ങിയതെന്ന് കണ്ടെത്തിയാൽ ഇങ്ങനെയുള്ളവർക്കെതിരെ കർശന നിയമ നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 cc വാഹനമുള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവർ നിലവിൽ ക്ഷേമ പെൻഷൻ അർഹരല്ല. എന്നാൽ വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്ത് ജോലിയുള്ളവരുടെ വിവരം മറച്ചുവെച്ചും ഒട്ടേറെ പേർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശന പരിശോധന ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വീടുകളിലെല്ലാം ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. 5 വർഷ കാലയളവിനുള്ളിൽ ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസികളിൽ നിന്നും നിയോഗിക്കുന്ന ടെക്നീഷ്യന്മാർ നമ്മുടെ വീടുകളിലെത്തി ഗ്യാസ് സിലിണ്ടർ ചെക്ക് ചെയ്യാറുണ്ട്. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ രേഖപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ സർവീസിന്റെ ഭാഗമായി ഈ ടെക്നീഷ്യന്മാർ നമ്മുടെ വീടുകളിൽ വരും ദിവസങ്ങളിൽ എത്തും. 5 വർഷത്തിനുള്ളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് റെഗുലേറ്റർ ഉൾപ്പെടെ പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് നമ്മുടെ കൈവശം നൽകും. എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപകരണങ്ങളും അവർ നൽകും. കേടായ റെഗുലേറ്ററിന് പകരം പുതിയ റെഗുലേറ്റർ ഉൾപ്പെടെ ഇവർ നൽകും. നിലവിൽ ഇതിന് സർവീസ് ചാർജായി 200 രൂപയും GST, സ്റ്റേറ്റ്, സെൻട്രൽ GST 36 രൂപ എന്നിങ്ങനെ 236 രൂപ നമുക്ക് ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കൃത്യമായും അത് തെളിയിക്കുന്ന ഐഡന്റിറ്റി കാർഡ് അവരുടെ പക്കലുണ്ടാകും. ഇത് പരിശോധിച്ച് സംശയമുള്ളവർക്ക് ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താൻ അനുവദിച്ചാൽ മതിയാകും. ഇതുമാത്രമല്ല, ഗ്യാസിന്റെ വിതരണത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്താ അപ്ഡേറ്റുകളും ഈ ചാനൽ വഴി ലഭിക്കും. ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക.